അങ്ങനെ സൺഡേയിൽ എന്താ ആൻറ്റി സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പം ആൻറ്റി പറയുക വെറൈറ്റിയാണ് പയർ തോരൻ മാറ്റി പയർ മെഴുക്കുവരട്ടി ആക്കിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ മൂഡ് മൊത്തം പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ലാസ്റ്റ് മന്തി കഴിക്കാനുള്ള ആ ഒരു ഫ്രഷ് ഐഡിയയിലേക്ക് വന്നെത്തി. ലാസ്റ്റ് ഞങ്ങൾ മന്തി കഴിക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത്. കാലം തെറ്റി വരുന്ന ഒരു കണിക്കൊന്ന. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സോൾട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വശന്ന് ഞങ്ങൾ ഞങ്ങൾ വലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് മന്തി ഓർഡർ ചെയ്ത് ഗൈസ്. ഞാനൊരു കാന്താരി അൽഫാമും ചേച്ചി ഒരു പെരി അൽഫാമാണ് ഓർഡർ ചെയ്തത്. എനിക്ക് കിട്ടിയ കാന്താരി അൽഫാം ലെഗ് പീസായിരുന്നു ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, ലെഗ് പീസ് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത്ര ഇറച്ചിയില്ലാത്ത ദരിദ്രവാസിയായ കോഴി ഈ നാട്ടിൽ ഏതാണോ അതിന് നടുക്കൊരു വലിയ ഓട്ടയും ഇതെന്താ ഉഴുന്ന് വടയാ. ലാസ്റ്റ് അവിടുത്തെ ഹിന്ദി ബയ്യാനോട് ഞാൻ എൻ്റെ ബയ്യ ദിസ് ഇസ് ടു ഷോർട്ട് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി പറഞ്ഞ് ലാസ്റ്റ് ആ ബയ്യ എൻ്റെ പരാതി ഉൾക്കൊണ്ട് എനിക്ക് ചെസ് പീസിൽ പുതിയൊരു അൽഫാം കൊണ്ട് തന്നു കൈസ്. പാവം ബയ്യ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പാർക്കിലൊക്കെ പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ടുപോയി ചേച്ചിയുടെ കുറച്ച് കുത്സത്തെ പ്രവൃത്തികളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. അവിടെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി ഗൈസ്. ഞങ്ങൾ ഭയങ്കര നടന്ന് ക്ഷീണിച്ചല്ലോ ഗൈസ്. മന്തി കഴിച്ച ക്ഷീണം കൊണ്ട് ചായ കുടിക്കാൻ തോന്നി. ചേച്ചി ഒരു ചായയും ഞാനൊരു ഐസ്ക്രീമാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ചേച്ചി ചായ കണ്ടപ്പം എനിക്കും ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാനൊരു ചായ പറഞ്ഞു. എന്തായാലും ലാസ്റ്റ് ചായയും ഐസ്ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കഴിപ്പം കൊണ്ട് കഴിച്ചു. വാവ്, അരേ വാ, എന്താ കോമ്പിനേഷൻ. നിങ്ങളാരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി അങ്ങനൊരു സൺഡേ കൂടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അങ്ങനെ മനസ്സംതൃപ്തിയോടുകൂടി ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.